ലോകത്തിൽ വസ്ത്രധാരണത്തെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും ബൈബിളിൽ പറയാത്ത നിയമങ്ങളുള്ള രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് യഹൂദന്മാരും മലയാളികളുമാണ്. വേറെ ലോകത്തിൽ ആർക്കും നിറത്തെക്കുറിച്ചോ വസ്ത്രധാരണത്തിൽ നിറത്തെക്കുറിച്ചോ ഫുൾ സ്ലീവ് എന്നോ മീശ വേണോ വേണ്ടോന്നോ ആഭരണം ഇടണോ ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും വേറെ ലോകത്തിലൊരു ചർച്ചയിലും ഇല്ല, ഈ മലയാളികൾക്കും യഹൂദന്മാർക്കും അല്ലാതെ. ഇവർ രണ്ടുപേരും, യഹൂദന്മാരും മലയാളികളും എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നറിയാം. യഹൂദന്മാരും മലയാളികളും ദൈവത്തിൻ്റെ നീതി ഞങ്ങൾ പണ്ടേ വിട്ടു, സുവിശേഷം മിണ്ടാറില്ല, ഉപദേശം പറയാറില്ല. ഇനി ഞങ്ങൾ നോക്കുന്നത് ഞങ്ങളുടെ നീതി വെച്ചൊന്ന് ജീവിച്ച് നോക്കാം. എന്നിട്ട് കർത്താവിനോട് പറയാം, കർത്താവേ ദൈവത്തിൻ്റെ നീതി ഞങ്ങൾ വിട്ടതാണ്, നടപ്പാവില്ല, നീ അനുസരിക്കാൻ പറ്റാത്ത നിയമങ്ങളൊക്കെ തന്നെ ഞങ്ങൾ എങ്ങനെ നീതിമാന്മാരാവാനാ? ഞങ്ങളുടെ ഒരു നീതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങൾ ആശുപത്രി പോകില്ല, ഞങ്ങൾ വെള്ളവസ്ത്രം ധരിക്കും, ഞങ്ങൾ ആഭരണം ഊരും, അങ്ങനെ ഒരു നീതി ഉണ്ട്. ഞങ്ങളെ നീതീകരിക്കൂ, ഞങ്ങളെ നീതിമാനെന്ന് പറയൂ. ഇതാ ഞാൻ വേണമെങ്കിൽ വെള്ള മാസ്കും കൂടെ വെച്ച് നിന്റെ മുമ്പിൽ ഒന്ന് നിൽക്കാം, നീതിമാനെന്നൊന്ന് വിളിക്കൂ. കർത്താവ് പറയും പോയി പണി നോക്കണമെന്നല്ലേ. കാരണം അവൻ്റെ നീതി അല്ലാതെ വേറൊരു നീതിയും ഇത് ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ അതേ പറ്റാണ് ഇന്ന് മലയാളികൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് അവസാനം ഇല്ലാതായിപ്പോൾ. ഇത് ശരിക്കും ഇതെനിക്ക് കാണാം, ഈ സംഭവിക്കുന്ന കണ്ടോണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ സംഭവിക്കുന്ന കാണുന്നില്ലായിരിക്കും, ഞാൻ ഈ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങുന്നതുകൊണ്ട് ഇത് കാണുന്നുണ്ട്. ക്രിസ്തു ഇല്ല. ഞായറാഴ്ച ചർച്ചിൽ വരുന്നു, 2 പാട്ട് പാടുന്നു, സങ്കീർത്തനം നിന്ന് വായിക്കുന്നു, ദാവീദിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു, സാക്ഷ്യം പറയുന്നു, മോശയെക്കുറിച്ച് പ്രസംഗിച്ച് അന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. വേർ ഈസ് ക്രൈസ്റ്റ്? ആർക്കെങ്കിലും 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5 രൂപ കൊടുത്ത് എൻ്റെ മൈൻഡ് ഇങ്ങനെ കിടക്കും, ഞാൻ അവൻ 5 രൂപ കൊടുത്തു. അത് പാവമായിട്ടാണ് വരുന്നത്. അയാൾ നിങ്ങളോട് തിരിച്ച് 2 വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ ഉള്ളിലേക്ക് ദേഷ്യം വരും. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ 2 ഭിക്ഷക്കാർ വന്ന് വിചാരിച്ചു. ഒരാൾ വന്ന് നിങ്ങൾ 10 രൂപ കൊടുത്തു, വേറെ ആൾക്ക് ഒന്നും കൊടുത്തില്ല. 2 പേരും നിങ്ങളെ തിരിഞ്ഞ് നിന്ന് ചീത്ത പറഞ്ഞു. ആര് ചീത്ത പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ വിഷമം ഉണ്ടാകുന്നത്? നിങ്ങൾ പൈസ അങ്ങോട്ട് കൊടുത്ത ആള് തിരിച്ച് നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ മിഷൻ മുതലാളിമാർ കുറച്ച് പേരുണ്ട്. നിങ്ങൾ അധ്വാനിക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, അതിൻ്റെ ചെറിയ പങ്ക് മിഷണറിമാർക്ക് അയച്ചു കൊടുക്കുന്നു. പിന്നെ മിഷണറിമാർ രാവിലെ എഴുന്നേറ്റ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്ന് അറിയാതെ നിങ്ങൾക്ക് സമാധാനമില്ല. എൻ്റെ കാശ് ദൂർത്തടിക്കുന്നുണ്ടോ, അവരെങ്ങാനും ഇറച്ചി വാങ്ങിച്ചോ കഴിഞ്ഞ ദിവസം. അതായത് ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ അങ്ങ് വിടുകയല്ല, അവരുടെ പുറകെ നടക്കും. കാരണം റിപ്പോർട്ട് എവിടെ? ഞാൻ നമ്മുടെ സഹോദരങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, അവിടെ ചെന്ന് ഒന്നും ചെയ്യണ്ട, കർത്താവ് ചെയ്തോളും. ഒരിക്കലും റിപ്പോർട്ട് ചോദിക്കില്ല. പോകാനെങ്കിലും അവർക്ക് കഴിഞ്ഞല്ലോ. നമ്മളിവിടെ ചുമ്മാ ഇരിക്കുമ്പം അവർ വടിയും കുത്തിപ്പിടിച്ച് പോയല്ലോ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഈ പൈസ കൊടുക്കുന്ന ആൾക്കാരെക്കാളും കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണ് അവിടെ കിടക്കുന്നത്. വിശ്വാസമില്ല കൊടുക്കേണ്ടത്, എന്തിനാ കൊടുക്കും? ഇത് കൊടുത്തിട്ട് അവരുടെ പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നിന്നൊരു മിഷണറി ഞങ്ങളുടെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു അവർക്ക് അമേരിക്കയിൽ നിന്ന് 15,000 രൂപ വെച്ച് മാസം കൊടുക്കുന്നുണ്ട്. 7,000 രൂപ റെൻറ്റ്, 8,000 രൂപ. അപ്പം പുള്ളി പറഞ്ഞു ഞാൻ പരിപാടി നിർത്തി, ഞാൻ ഇനി മിഷണറി വേലക്കേ ഇല്ല, ഇനി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകാൻ ദൈവം വിട്ടാലേ പോകുന്നുള്ളൂ. അപ്പം ഞാൻ എന്താ കാര്യം? എല്ലാ ദിവസവും റിപ്പോർട്ട് ഉണ്ടാക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരുന്നു കഴിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കി. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ, അല്ലേ? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും വളരെ മനോഹരമായ സ്വർണ്ണക്കൂട്ടിലിട്ട് അടച്ചാലും, ഇഷ്ടംപോലെ ഡോളർ വരുന്ന സ്വർണ്ണക്കൂടാണെങ്കിലും ബന്ധനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും, ഈ പൈസ കൊടുക്കുന്ന ആൾ ചെല്ലുമ്പം പറയും ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്? അവർ പറയും സാർ കാരണം അവൻ ആരെയാണ് ബഹുമാനിക്കുന്നത്? അവർ ബഹുമാനിക്കുന്നത് നിങ്ങളെയല്ല, ഈ മാമോനെയാണ്. മാമോൻ ഈസ് ഓണേർഡ് ദെയർ ഇൻ ദ ഫീൽഡ്. എന്തുകൊണ്ടാണ് നമ്മളെ ബഹുമാനിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ അവരെക്കാളും നല്ല മിഷണറിമാരായതുകൊണ്ടല്ല, അവരെക്കാളും എക്സ്പീരിയൻസ് ഉള്ളവരായതുകൊണ്ടോ, അവരെക്കാളും ദൈവത്തെ അറിഞ്ഞവരായതുകൊണ്ടോ അല്ല. നമ്മുടെ മാമോൻ അവരുടെ കയ്യിൽ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സോ വി വാണ്ട് ടു കൺട്രോൾ ദം. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് മിഷൻ ഫീൽഡിനെ കൺട്രോൾ ചെയ്യുന്നത് വിഷനല്ല, മണിയാണ്. എത്ര നാളുകൾ. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഈ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ടുള്ളൊരു നീതി എന്തുകൊണ്ടാണ് തോറ്റുപോകുന്നത് എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ വിഷയം. റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. പതുക്കെ വായിക്കാം. നിങ്ങൾ ന്യായപ്രമാണത്തെ കുറ്റം പറയരുത് കേട്ടോ. ആദ്യത്തെ ഭർത്താവിനെ കുറ്റം പറയരുത്. അതാരായിരുന്നു?
ന്യായപ്രമാണം. ന്യായപ്രമാണത്തിന് യാതൊരു കുഴപ്പമില്ല. ആള് ഡീസൻ്റാണ്, ശരിയല്ലേ, മര്യാദക്കാരനാണ്, ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്. തന്നെയുമല്ല ദൈവം കൊടുത്തതുമാണ്. അതിന് നമ്മൾ അവഗണിക്കാൻ പാടില്ല. ന്യായപ്രമാണം നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമാണ്, ആത്മീകമാണ്. അടുത്തത് പ്രശ്നം ആരാന്നറിയോ? ഈ വിശുദ്ധമായ ന്യായപ്രമാണം കിട്ടിയ ഞാനാണ് പ്രശ്നം. എനിക്കെന്താണ് പ്രശ്നം? ഞാൻ ജഡമയനാണ്. അടുത്തത് പാപത്തിന് ഒരടിമയായി വിൽക്കപ്പെട്ടവൻ. അതായത് എനിക്ക് സ്വന്തം വില്ലെന്ന് പറയുന്നൊരു സാധനം ഇവിടെ കണ്ടോ. ഈ വില്ലെന്ന് പറയുന്നത് മുഴുവൻ പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുക. ഞാൻ എന്ത് ചെയ്താലും പാപമായിട്ടാണ് വരുന്നത്, നന്മ ചെയ്താലും പാപമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയോ? അവരിവിടെ നിന്ന് 5000 രൂപ മേടിക്കും, എന്നിട്ട് അടുത്ത മിഷൻ സ്റ്റേഷനിൽ ചെന്ന് വേറെ മിഷൻ സംഘടന അവിടെ നിന്ന് 5000 മേടിക്കും, എല്ലായിടത്തും 5000 രൂപ മേടിക്കും. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ബീഹാറിൽ ചെന്നപ്പം അവിടെ ഒരു സഹോദരൻ പറഞ്ഞു, ഞാനൊരു മിഷൻ സംഘടന വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, ചൂഷണം മനസ്സിലായപ്പോൾ വിട്ടു. അപ്പോൾ ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പം ഞാൻ രാവിലെ പോയി അധ്വാനിക്കും, ഖേത്തി കരുങ്ക, കൃഷി ചെയ്യും, എന്നിട്ട് അതിൻ്റെ വരുമാനം ഞങ്ങൾക്ക് മാസം 20,000 രൂപ വെച്ച് കിട്ടും. എൻ്റെ കൂടെ 18 പാസ്റ്റർമാരുണ്ട്. 18 പേരും കഠിനാധ്വാനം ചെയ്യുകയാണ്, ചെരുപ്പ് കുത്തി വരെ ഉണ്ട്. എന്നിട്ട് വൈകിട്ട് 6 മണി കഴിയുമ്പോൾ ഒരു സുവിശേഷം പറയും, മീറ്റിംഗ് നടത്തും. 6-5 ദിവസം വേണ്ട. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം അവർ പറയുന്ന 6 മണി കഴിയാതെ ആരും വീട്ടിൽ കാണുകയല്ല. എന്തിനാണ് ഒരു ഫുൾ ടൈം ഒരാൾ പോയി ചുമ്മാ അവിടെ ഇരിക്കുന്നതാണ് ഈ ബീഹാറിൽ അവർ ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പണം എന്ന് പറയുന്ന ഒരു സാധനം നശിപ്പിച്ച് ഇത് കൊടുത്തവരുടെ ഗമയാണ്, അത് കൊടുത്തവരുടെ നിയന്ത്രണങ്ങളാണ്. ഓക്കെ, അത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളൊക്കെ കൊടുക്കുന്നവരായിരിക്കും, വിഷമിച്ച് കാണും, സാരമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നന്മ ചെയ്താലും അത് എങ്ങോട്ടായി പോകുന്നത്? അതെല്ലാം നമ്മുടെ ജഡത്തിൻ്റെ അക്കൗണ്ടിലാണ്. കാരണം ഞാൻ ജഡമയനും പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനും ആയതുകൊണ്ട് എൻ്റെ പണത്തേക്കാൾ കൂടുതൽ ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല. അടുത്ത വാക്യം. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഈ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപമാണോ അറിയാതെ ചെയ്യുന്ന പാപമാണോ ഗുരുതരം? എന്നോട് കേൾക്കണേ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപമാണോ അറിയാതെ ചെയ്യുന്ന പാപമാണോ ഗുരുതരം? ആ വാക്ക് ശ്രദ്ധിക്കണം, ഗുരുതരം. ഏതാ? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? ഓക്കെ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്ക് ഒരു വലിയ ഗുണമുണ്ട്. എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇതെൻ്റെ ഫോൺ അല്ലെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതിവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ പറയാണ്, ഓക്കെ, ഞാനിത് ആരും കാണുന്നില്ലെങ്കിൽ ഞാനിത് അടിച്ചുകൊണ്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അറിയാതെ ചെയ്യുന്നതാണോ? അറിഞ്ഞുകൊണ്ട് ചെയ്യും. ഈ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തിൻ്റെ പ്രത്യേകതയുണ്ട്, വേണമെങ്കിൽ അത് ചെയ്യണ്ടെന്ന് വെക്കാനുള്ള ഫ്രീ വില്ല് എനിക്കുണ്ട്. ശരിയാണോ? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ നിയന്ത്രണം ആരുടെ മേലാ? എൻ്റെ മേൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് അതിന്മേലൊരു അധികാരമുണ്ട്, എനിക്ക് വേണേൽ ചെയ്യാതിരിക്കാം. ശരിയല്ലേ? എന്നാൽ അറിയാതെ ചെയ്യുന്ന പാപമോ? അതാ പൗലോസ് പറയുന്നത്, എന്താ ചെയ്യുന്നതെന്ന് പോലും ഞാൻ അറിയുന്നില്ല. കാരണം അത് പ്രവർത്തിക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. എന്നിൽ വസിക്കുന്ന പാപം എന്ന യജമാനൻ എന്നെ ഉപയോഗിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ ശത്രു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരാളെ മനസ്സിൽ സങ്കല്പിച്ച് പെട്ടെന്ന് കിട്ടിയോ? ഞാൻ സഹായിക്കണോ? കിട്ടിയോ? ഓക്കെ. നിങ്ങൾ വിചാരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സെറ്റായി എന്നാണ്. പക്ഷെ ആയിട്ടില്ല. കാരണം കർത്തൃമേശ എടുത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പം ആ പഴയ ഇഷ്യൂസ് എല്ലാം പിന്നെ ഉണ്ടായി വന്നു. ഇനി അടുത്ത കർത്തൃമേശയ്ക്ക് വേണമെന്ന് കരഞ്ഞൊന്ന് റെഡിയാവാൻ. പക്ഷെ അതൊന്നും റെഡിയാവാനൊന്നും പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ എത്ര നിയന്ത്രിച്ചാലും വേണ്ടാന്ന് പറഞ്ഞാലും അയാളുടെ മോന്ത കാണുമ്പം എൻ്റെ ഉള്ളിൽ പല ഹോർമോണുകളുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്ന ഹോർമോണല്ല, അത് ഞാൻ അറിയാതെ ഉണ്ടാകുന്നതാണ്. അത് ആ ഹോർമോണുകളിലേക്ക് വരുമ്പോൾ അഡ്രിനാലിനാണ് വരുന്നതെങ്കിൽ 2 പൊട്ടിക്കാൻ തോന്നും. പക്ഷെ പൊട്ടിച്ച തിരിച്ചു കിട്ടുമെന്ന് പേടിച്ച് പൊട്ടിക്കില്ല. അത് കൂടി മാനസിക രോഗമാകുന്ന അവസ്ഥ വരും. ഈ മറ്റുള്ളവരോടുള്ള ദേഷ്യവും വെറുപ്പും നമ്മുടെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ വളർന്ന് നമ്മളറിയില്ല, ഇത് വളർന്ന് അത് മാനസിക രോഗം പോലെയാവും. അപ്പം സൈക്കോളജിസ്റ്റ് എടുത്തുകൊണ്ട് പോകും. സൈക്കോളജിസ്റ്റ് എടുത്ത് ചെല്ലുമ്പോൾ പുള്ളി ഓരോ ചാക്ക് എടുക്കുക, ചാക്കിനകത്ത് മണൽ നിറയ്ക്കുക, മണൽ നിറച്ചിട്ട് അത് അമ്മായിയമ്മ എഴുതി വയ്ക്കുക, എന്നിട്ട് ഇടിക്കുക, ആ ദേഷ്യം മുഴുവൻ തീർക്കുക. അതിനെ കത്താർസിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ് മുഴുവൻ ഇങ്ങനെ പൊക്കോളും. എങ്ങനെയുണ്ട് ഐഡിയ? ഇത് നമ്മുടെ ഉള്ളിൽ ബിൽഡായി വരുന്നത് നമ്മൾ അറിയത്തില്ല.
അപ്പൊ എൻ്റെ പല പ്രവൃത്തികളും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പാപമെന്ന യജമാനൻ എന്നിൽ വസിക്കുന്നിടത്തോളം കാലം എനിക്കത് സെൻസ് ആകുന്നുണ്ട്. ഉണ്ട്, പാപമുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, എന്നിൽ നിന്നത് അറിയാതെ വരുന്നതാണ്. അടുത്ത വാക്യം. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, എനിക്കിങ്ങനെ ആവണമെന്ന് ഒരു താല്പര്യമില്ല കേട്ടോ. എനിക്ക് നല്ല വിശുദ്ധനായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹം. പക്ഷേ ഇച്ഛയ്ക്ക് വിരുദ്ധമായി എന്നിൽ വസിക്കുന്ന ഹോർമോണുകൾ, എൻ്റെ സഹജ സ്വഭാവങ്ങൾ, മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ശാരീരികമായ ദാഹങ്ങൾ, ഇതെല്ലാം കൂടെ വന്ന് എൻ്റെ ഇച്ഛയ്ക്കെതിരെ എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയാണ്. അടുത്ത വാക്യം. ഞാൻ ഇച്ഛിക്കാത്ത, അതാണ് അനൈച്ഛിക പാപങ്ങൾ. അതായത് സ്വന്തം ഇഷ്ടത്തോടെ ചെയ്യുന്നതല്ല, സ്വന്തം വില്ലിൽ ചെയ്യുന്നതല്ല, വില്ലില്ലാതെ വരുന്ന പാപങ്ങൾ. ഓക്കെ, അതിനർത്ഥം എന്താണ്? എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ന്യായപ്രമാണത്തോട് എഗ്രി ചെയ്യുന്നുണ്ട്, ഞാൻ പറയാണ് നല്ലതാണ്. പക്ഷെ എൻ്റെ ശരീരം കൊണ്ട് ഞാനതിനെ ധിക്കരിക്കുകയാണ്. കാരണം ശരീരം കൊണ്ട് വരുന്ന ഹോർമോണുകൾ, വികാരങ്ങൾ, ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? എനിക്കിത് അനുസരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു. അടുത്ത വാക്യം. അപ്പൊ എന്നിൽ വസിക്കുന്ന പാപമെന്ന യജമാനൻ ഞാൻ അറിയാതെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഈ പാപ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ വേണേൽ നമുക്ക് അനുതപിക്കാം. പക്ഷെ അറിയാതെ വന്നുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ, അതായത് പാപ പ്രകൃതത്തെ എന്ത് ചെയ്യണം? അടുത്ത വാക്യം. അപ്പൊ എൻ്റെ ശരീരത്തിൽ, എൻ്റെ ജഡത്തിൽ എന്തില്ല? നന്മ വസിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്താലും അത് എന്തായിട്ടേ വരുള്ളൂ? തിന്മയായിട്ട് മാത്രമേ വരുള്ളൂ. അടുത്ത വാക്യം. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും കർത്താവിനെ പോലെ ആകണമെന്ന് ആഗ്രഹമുണ്ടോ? ആർക്കറിയാം, ഉണ്ടോ? ഓക്കെ, പക്ഷെ പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്താ ഈ പ്രവൃത്തിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും വീണു പോവാണ്. അടുത്തത്. ഓക്കെ, അടുത്ത വാക്യം. ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പൊ ഞാനല്ല ഇത് ചെയ്യുന്നത്. ആരാ ചെയ്യുന്നത്? ഈ ശരീരത്തിൽ വരുന്ന ഹോർമോണുകളും കെമിക്കൽ ഞാൻ അറിയുന്നില്ല. അത് ഞാൻ പറഞ്ഞിട്ടല്ല. എനിക്ക് ദേഷ്യം വരുന്നത്, ഇനി കുറച്ച് ദേഷ്യപ്പെട്ടേക്കാം എന്ന് തീരുമാനം എടുത്ത് ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ടോ ഇവിടെ? ആരുണ്ടോ? ഇനി കുറച്ച് ലോകമോഹങ്ങളിൽ വീഴാൻ പോവാണ്. ആയിക്കെ, ഇത് കഴിഞ്ഞോട്ടെ, മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ലോകമോഹങ്ങളിൽ വീണേക്കാം, അങ്ങനെ വിചാരിച്ചിട്ട് വീഴുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ എഴുന്നേറ്റിട്ട് വേണ്ട പിന്നെ വീഴാൻ, അല്ലേ? അപ്പൊ ഇതൊന്നും നമ്മൾ തീരുമാനിച്ചതല്ല, തീരുമാനിക്കാതെ തന്നെ അങ്ങനെ വരുന്നതാണ്. എനിക്ക് ആഗ്രഹമുണ്ട് ഈ പിള്ളേർ ബഹളം വയ്ക്കുമ്പം, ഈ പിള്ളേരല്ല കേട്ടോ, വീട്ടിൽ ബഹളം വയ്ക്കുമ്പം സമാധാനത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. പക്ഷെ ഇത് കാണുമ്പം പറ്റണ്ടേ? നമ്മൾ തീരുമാനിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ നടക്കുന്ന കാരണം ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കർത്താവിൻ്റെ കൽപ്പനകളുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം തന്നെയാണ്. അത് നമ്മുടെ പ്രകൃതത്തിനെതിരാന്നുള്ളതാണ്. അതാണ് ഈ ദൈവത്തിൻ്റെ നീതിയുടെ പ്രശ്നം. ഈ പാപ പ്രകൃതത്തിനെതിരാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു ടച്ച് മീ നോട്ട് പ്ലാന്റ് കണ്ടിട്ടുണ്ടോ? ഈ ഗൾഫിലുള്ള പിള്ളേർ കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ മേല. എത്ര പേര് കണ്ടിട്ടുണ്ട്? മൈമോസ പുടിക്ക എന്ന് പറയും. മൈമോസ പുടിക്ക, അതാണ് അതിൻ്റെ ബയോളജിക്കൽ നെയിം. ഇതിനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുങ്ങും. കണ്ടിട്ടുണ്ടോ അത്? അതെന്തിനങ്ങനെ ചുരുങ്ങുന്നത്? തൊട്ടാപാടി, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ? ടച്ച് മീ നോട്ട്. ഓക്കെ, എന്നെ തൊടല്ലേ, അങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിന് ദൈവം തന്നെ കൊടുത്തേക്കുന്ന, പ്രകൃതി തന്നെ കൊടുത്തേക്കുന്ന ഒരു മെക്കാനിസം. നിന്നെ ആരെങ്കിലും തൊട്ടാൽ നീ അങ്ങ് ചുരുണ്ട് കുടിക്കണം. ഒരു ഒച്ചിനെ തൊട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ചുരുണ്ടൊരു ബോൾ പോലെ ആമ. ഇതെല്ലാം ഡിഫൻസ് മെക്കാനിസമാണ്. ഓക്കെ, അപ്പോൾ ഒരു പട്ടിയുടെ കണ്ണിലോട്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ പട്ടി എന്ത് ചെയ്യും? കുരയ്ക്കും. എന്നെ കണ്ട എല്ലാ പട്ടികളും കുരയ്ക്കാറുണ്ട്. കാരണം എൻ്റെ നോട്ടം ആദ്യം എൻ്റെ കണ്ണിലോട്ടേ ഉള്ളൂ. എനിക്ക് ആഗ്രഹമുണ്ട് കണ്ണിലോട്ട് നോക്കല്ലേ, പക്ഷെ കണ്ണിലോട്ട് നോക്കും, കൃത്യമായിട്ടും പട്ടി കുറച്ചിരിക്കും. അതിന് ദേഷ്യമാണ് കണ്ണിലോട്ട് നോക്കുന്നത്. ഞാൻ ചിന്തിക്കുന്ന കേട്ടോ, ഡോഗ് ട്രെയിനേഴ്സൊക്കെ ഇവിടെ കാണുമായിരിക്കും. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. ഒന്നാമത് പട്ടികൾക്ക് എന്നെ അത്ര വലിയ ഇഷ്ടമില്ല. ഓക്കെ, അപ്പോൾ ഈ എന്താ പറയുന്നത്, നമ്മുടെ റിയാക്ഷൻസ്, പ്രകൃതങ്ങൾ, സ്വഭാവങ്ങൾ, ഇതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. ഓക്കെ, അടുത്തത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം ദൈവം വെച്ചിട്ടുണ്ട്. ഒരുത്തൻ പെട്ടെന്ന് നമ്മുടെ കണ്ണിന് നേരെ ഇങ്ങനെ കൈ കാണിച്ച് നമ്മൾ എന്ത് ചെയ്യും? കണ്ണ് ചിമ്മും. ഓരോ നമ്മളെ കത്തി കുത്താൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ
കർണക്കുറ്റി അടിക്കാൻ കൈ വീശി കഴിഞ്ഞാൽ നമ്മൾ കൈ മാറിപ്പോകും. ഇപ്പൊ കർത്താവ് പറയണം മാറരുത്. ഇപ്പൊ പ്രകൃതി തന്നെ തന്നിരിക്കുന്ന ഡിഫൻസ് മെക്കാനിസത്തിനെതിരെയാണ് എന്ത് ചെയ്യുന്നത്? കർത്താവിന്റെ കൽപ്പനകൾ. കാരണം പാപം കാരണം പ്രകൃതിയിൽ വീണുപോയ രീതിയിൽ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ദൈവം കൊണ്ടുവരുന്ന കൽപ്പനകളുടെ പ്രത്യേകത എന്താണ്? നമുക്ക് ഈ ജീവിതം കൊണ്ട് അതിനനുസരിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കസേര വേറൊരുത്തൻ നിങ്ങളെക്കാൾ മിടുക്കനായ ഒരാൾ ഓഫീസിൽ വരുന്നത് നിങ്ങൾ കാണുന്നു. അപ്പം അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ കസേര ഭീഷണിയിലാണ്. ആ സിഗ്നൽ തലച്ചോറിനോട്ട് ചെന്ന് കഴിയുമ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ അസൂയ ഉണ്ടാവും. നിങ്ങൾ പോലും അറിയാതെ അവനെ ഇനി വളരാൻ അനുവദിച്ചുകൂടാ എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നും. അപ്പം അവനെ ബോസ് പിടിച്ച് വഴക്ക് പറയുമ്പോൾ നാച്ചുറലി നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകും. സന്തോഷിക്കല്ലേ അവൻ്റെ കൂടെ കരയെന്ന് പറഞ്ഞാൽ അങ്ങനെ കരച്ചിൽ വരികയില്ല. ഒരു എക്സാമ്പിൾ ചോദിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിലെ മോൻ എക്സാമിനേഷൻ തോറ്റു എന്ന് വിചാരിച്ചോ, കരിനാക്കൊന്നുമല്ല കേട്ടോ, ഞാൻ നിങ്ങൾ വിശ്വസിക്കുക, അതൊക്കെ അന്ധവിശ്വാസമാണ്. ഓക്കെ, തോറ്റു എന്ന് വിചാരിച്ചോ, ഭയങ്കര സങ്കടമായിപ്പോയി, നിന്നെയൊക്കെ എന്തിനാടാ പഠിക്കാൻ വിടുന്നത് എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ബഹളം വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയൽവക്കത്തെ കൊച്ചും തോറ്റു എന്ന് മനസ്സിലാകുന്നത്. അപ്പം നിങ്ങളുടെ സങ്കടം കൂടുവോ കുറയോ? പെട്ടെന്ന് പറ. ശരിക്കും അയൽവക്കക്കാരെ നമ്മുടെ മക്കളെ പോലെ സ്നേഹിക്കേണ്ടതല്ലേ? അപ്പം എൻ്റെ മോന് തോറ്റപ്പോൾ എന്തുമാത്രം ദുഃഖം എനിക്കുണ്ടായോ അത്രയും ദുഃഖം അവൻ തോറ്റപ്പോഴുണ്ടാവണ്ടേ. പക്ഷെ എന്താണെന്നറിയാൻ മേല, എൻ്റെ മോൻ തോറ്റ കൂടെ അവനും കൂടെ തോറ്റപ്പോൾ എന്തോ ഒരു ആശ്വാസമാണെന്നറിയാം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? കാരണം നമുക്ക് ആഗ്രഹം ഉണ്ടൊന്ന് സങ്കടപ്പെടണമെന്ന്, പക്ഷെ നമ്മുടെ ശരീരം അതിന് സമ്മതിക്കുന്നില്ല. എത്ര പേർക്ക് മനസ്സിലായി? നമ്മൾ തീരുമാനിക്കുന്ന പോലൊന്നും കാര്യങ്ങൾ നടക്കൂല എന്ന് മനസ്സിലായോ? ഇനി ഒരൊറ്റ ചോദ്യം, ഇതിനകത്ത് എങ്ങനെ രക്ഷപ്പെടും? അടുത്ത വാക്യം. കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരോടും ക്ഷമിക്കണം, സ്നേഹിക്കണം. നിങ്ങൾക്കറിയാമോ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ അയൽക്കാരനെ എന്നൊക്കെ ചോദിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇത് മോറൽ ടീച്ചിങ് ആയിട്ട് ഈ കർത്താവിന്റെ പഠിപ്പിക്കലുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എടുത്താ പൊങ്ങാത്ത ഭാരമാണ്. ശരിയല്ലേ? കണ്ണു ചൂടുന്നൊരു തെറിഞ്ഞ് കളയുക എന്ന് ഒരു മോറൽ ടീച്ചിങ് ആയിട്ട് പറഞ്ഞു നോക്കിയാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക, മോറൽ ടീച്ചിങ് ആയിട്ട് പറഞ്ഞു നോക്കിയാൽ അങ്ങനെ ചെയ്യാത്തവർക്കൊന്നും കർത്തൃമേശയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ചെയ്യും? നമ്മൾ നാട് വിട്ട് പോകേണ്ടി വരും. അപ്പൊ ഇതൊന്നും മോറൽ ടീച്ചിങ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ അനുസരിക്കുന്നവരാക്കി ദൈവം മാറ്റുന്നത്? അടുത്ത വാക്യം. എങ്കിലും ഇനി ശ്രദ്ധിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം, അത് പാപത്തിന്റെ പ്രമാണം. എവിടെ കാണുന്നു? അവയവങ്ങളിൽ കാണുന്നു. അപ്പൊ പാപം എവിടെ നിന്നാ വരുന്നേ? ചിന്തയിൽ നിന്നല്ല, പിന്നെ എവിടെന്നാ? നമ്മുടെ അവയവങ്ങളിൽ നിന്നാ വരുന്നേ. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫിസിയോളജിക്കൽ ഫാക്ടർ. സിൻ ഈസ് നോട്ട് എ സൈക്കോളജിക്കൽ മെന്റൽ factor or a breaking of the law. Sin is physiological. മനസ്സിലായോ? അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാണെന്നാണ് പറയുന്നത്. അതായത് വീണുപോയ ശരീരത്തിന് ഇങ്ങനെയുള്ള വികാരങ്ങളെ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ ഡോപ്പമിൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്തിരിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അതായത് പുതിയൊരു ഫോൺ മേടിച്ചു, എന്താ എൻജോയ്മെൻറ്റ്, സെൽഫി എടുക്കുന്നു, അങ്ങനെ എടുക്കുന്നു, തലയും കുത്തി പിടിച്ച് ഫോട്ടോ എടുക്കുന്നു, അല്ലേ, സൈഡ് ആംഗിൾ പല ആംഗിൾ എടുക്കുന്നു, ബ്രൈറ്റ്നസ് കൂട്ടി എടുക്കുന്നു, ഭയങ്കര എൻജോയ്മെൻറ്റ്. 2 ആഴ്ച കഴിയുമ്പം അതൊക്കെ വിടും. ഒരു ബൈക്ക് മേടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 5-6 മാസം നല്ലപോലെ കഴുകി തുടച്ച് ക്ലീനാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. കുറേ കഴിയുമ്പോൾ 5-6 മാസം കഴിയുമ്പോൾ അത് അവിടെ കിടക്കും. കാർ മേടിച്ച് എന്ത് മേടിച്ചാലും അങ്ങനെ. ടോയ് മേടിച്ച് പിള്ളേർ കളിച്ചാൽ ഒരാഴ്ച കളിക്കും, ഒരാഴ്ച കളിച്ചാൽ വലിയ ഭാഗ്യം, അത് കഴിയുമ്പോൾ അത് എവിടെയെങ്കിലും എറിഞ്ഞു കളയും. കല്യാണം കഴിച്ചാൽ ആദ്യത്തെ 1 വർഷമൊക്കെ കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച് റോഡിലൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കും. പിന്നെ കഴിയുമ്പോൾ ഡോപ്പമിൻ അങ്ങ് പോകും. ചിന്തിക്കുക, അന്ന് എന്ത് രസമായിരുന്നു ഈ ചിരി കാണാൻ, ഈ ചിരി കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് ഈ അവസ്ഥയിലായല്ലോ എന്ന് ചിന്തിക്കും. അപ്പോൾ ഡോപ്പമിൻ ഇല്ല. അന്നേരമാണ് പ്രസംഗകൻ പറയുന്നത്, നീ നിന്റെ ഭാര്യയെ കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കണം. ആഗ്രഹമുണ്ട്, പക്ഷേ ഈ സാധനം വരണ്ടേ? ഇല്ല, ഉള്ളിലൊന്നും ഇല്ല. പിന്നെ എങ്ങനെ സ്നേഹിക്കും? കൽപ്പന അനുസരിക്കണമെങ്കിൽ ഉള്ളിൽ എന്ത് വേണം? കുറച്ച് ഡോപ്പമിൻ വേണം. അത് കർത്താവ് തരുന്നില്ല. കൽപ്പനയാണെങ്കിൽ നമ്മളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത രീതിയിലായി. ഭർത്താവ് നിങ്ങളെ മർദ്ദിച്ചാൽ, ഇടിച്ചാൽ, തൊഴിച്ചാൽ, ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ അപ്പോഴും സ്നേഹം കത്തിക്കൊണ്ടിരിക്കണം. ഓരോ ഇടി കൂടുമ്പോഴും സ്നേഹം വർദ്ധിച്ചു വരണം. ഇതാ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നീതിമാന്മാരെ എല്ലാം ഒന്ന് കൈവക്കി. അത് നടക്കൂല എന്ന് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ മനുഷ്യന്റെ നീതി അന്വേഷിച്ച് നീതിമാന്മാരാകാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്.
കാരണം എന്തെങ്കിലും ഒന്ന് വേണ്ടേ, ദൈവത്തിന് മുമ്പിൽ കാണിക്കാനൊന്നുമില്ല. അപ്പം മനുഷ്യൻ്റെ മുമ്പിലെങ്കിലും എന്തെങ്കിലും കാണിച്ച് പിടിച്ച് നിൽക്കണ്ടേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഫുൾ സ്ലീവ് ആക്കിയിട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനൊന്നും പറയാറില്ല, ചില സമയത്ത് പറഞ്ഞു പോകുന്നതാണ്. അടുത്ത വാക്യം. അപ്പം ശരീരത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? പാപം വരുന്നത്. ഈ പാപവികാരങ്ങൾ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മളെ അടിമയാക്കി മാറ്റുന്നതാണ്. അതായത് എനിക്ക് ഇതല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിന്, ആ വാക്യം എന്താ വായിച്ചേ? ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ അടിമയാക്കി മാറ്റുന്നു. എന്നിട്ട് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ഇനി നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ ഓർത്ത് നോക്കിയേ. ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾക്ക് നിങ്ങളുടെ ശാരീരിക അവസ്ഥയെ മാറ്റാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങളുടെ മനസ്സിനെ നിർബന്ധിക്കാൻ പറ്റും, പക്ഷെ നിങ്ങളുടെ ശരീരത്തെ മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ദേഷ്യം വരാതിരിക്കാൻ, അതായത് ഈ അഡ്രിനാലിനൊന്നും ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ അതിന് തക്കതായ ഹോർമോണുകൾ കെമിക്കലൊന്നും ഉണ്ടാക്കാതാക്കാൻ ആർക്ക് സാധിക്കില്ല? ഈ ന്യായപ്രമാണത്തിന് സാധിക്കില്ല. അപ്പൊ ന്യായപ്രമാണം നമ്മളോട് എന്താ പറയുന്നത്? മക്കളെ, നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ ശരീരം ശരിയല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നീതിമാന്മാരായി മാറാൻ സാധിക്കില്ല എന്ന്.